നമസ്കാരം. പ്രധാന വാർത്തകൾ. ഷൊർണൂർ നഗരസഭയിൽ സ്വച്ഛ് സർവേഷന്റെ ഭാഗമായുള്ള പരിശോധനയ്ക്ക് തുടക്കം. പരിശോധന ഡൽഹിയിൽ നിന്നും നിശ്ചയിക്കുന്ന കേരള ഏജൻസിക്ക്. പരിശോധന 3 അംഗ സംഘത്തിന്റെ നേതൃത്വത്തിൽ. വേസ്റ്റ് മാനേജ്മെന്റ്, നഗരത്തിലെ വൃത്തി എന്നിവ പരിശോധനയ്ക്ക് വിധേയം. ഷൊർണൂർ നിളയോരത്തെ കുട്ടികളുടെ പാർക്കിന്റെ അടിഭാഗം ഗുഹയായി മാറിയതായി പരാതി. കേന്ദ്ര സർക്കാർ നഗരസഭയ്ക്ക് അനുവദിച്ച 20 കോടിയിൽ 5 കോടി ചെലവിൽ നടപ്പിലാക്കുന്ന പ്രവർത്തികൾ ആസ്തി വികസിപ്പിക്കുന്നതിന്റെ യാതൊരു മാനദണ്ഡങ്ങളും പാലിക്കാതെയെന്ന് BJP. പാർക്ക് നിർമ്മാണത്തിലെ ക്രമക്കേട് അന്വേഷിക്കണമെന്നും ഇതിനെതിരെ ശക്തമായി മുന്നോട്ടു പോകുമെന്നും വാർഡ് കൗൺസിലർ EP നന്ദകുമാർ. ഷൊർണൂർ മുനിസിപ്പാലിറ്റിയും സർക്കാരും ഷൊർണൂരിലെ ഇരുമ്പു വ്യവസായത്തെ തകർക്കുകയാണെന്ന് ഭാരതീയ മസ്ദൂർ സംഘ്. തൊഴിലാളി പരിശീലന കേന്ദ്രം തുറന്നു പ്രവർത്തിക്കാൻ ഹൈക്കോടതി വിധി ഉണ്ടായിട്ടും മുനിസിപ്പാലിറ്റിയും കേരള സർക്കാരും ഒരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്നും BMS മുനിസിപ്പൽ സമ്മേളനം ഷൊർണൂരിൽ. അട്ടപ്പാടിയിൽ കാട്ടാന ആക്രമണത്തിൽ 3 പേർക്ക് പരിക്ക്. ഓട്ടോ യാത്രികർക്കും ആദിവാസി യുവാവിനുമാണ് പരിക്കേറ്റത്. സംഭവം ഇന്നു രാവിലെ. സ്വർണ്ണഖനിയിൽ നിന്ന് നേരിട്ടെത്തിക്കുന്ന സ്വർണ്ണക്കട്ടികൾ നൽകാമെന്ന് പറഞ്ഞ് വ്യാജ സ്വർണ്ണക്കട്ടികൾ വിറ്റ് ലക്ഷങ്ങൾ തട്ടിയെടുത്ത വ്യാജ സിദ്ധനെ പോലീസ് അറസ്റ്റ് ചെയ്തു. KGF സ്വാമി എന്ന് വിളിക്കുന്ന പത്തനംതിട്ട മാധവമംഗലത്ത് മനോഴിയിൽ ഷാജിയെയാണ് പോലീസ് പിടികൂടിയത്. വാർത്തകൾ വിശദമായി. ഷൊർണൂർ നഗരസഭയിൽ സ്വച്ഛ് സർവേഷന്റെ ഭാഗമായുള്ള പരിശോധന ആരംഭിച്ചു. ഡൽഹിയിൽ നിന്നും നിശ്ചയിക്കുന്ന കേരളത്തിലെ ഏജൻസിയാണ് പരിശോധന നടത്തുന്നത്. വേസ്റ്റ് മാനേജ്മെന്റ്, നഗരത്തിലെ വൃത്തി അടക്കമുള്ള കാര്യങ്ങളാണ് 3 അംഗ സംഘം പരിശോധിച്ച് റിപ്പോർട്ട് അയക്കുന്നത്. ഒരാഴ്ചയോളം പരിശോധന ഉണ്ടാകും. 2025-26 സ്വച്ഛ് സർവേക്ഷന്റെ ഭാഗമായുള്ള പരിശോധനയാണ് ഷൊർണൂർ നഗരസഭയിൽ ആരംഭിച്ചിരിക്കുന്നത്. പരിശോധനയ്ക്കായി ഡൽഹിയിൽ നിന്നും നിശ്ചയിക്കുന്ന കേരളത്തിലെ ഒരു ഏജൻസിയെയാണ് പരിശോധന ഏൽപ്പിച്ചിരിക്കുന്നത്. ഇതിനായി ഇവരുടെ പ്രതിനിധികളായ കാവ്യ, വിദ്യ, ജിജിത എന്നിവരടങ്ങുന്ന 3 അംഗ സംഘമാണ് പരിശോധന നടത്തിവരുന്നത്. ഷൊർണൂർ നഗരസഭയിലെത്തിയ സംഘം നഗരസഭാ അധികാരികളെ കണ്ട ശേഷം പരിശോധന ആരംഭിച്ചു. വേസ്റ്റ് മാനേജ്മെന്റ് സംവിധാനം, നഗരത്തിലെ ക്ലീനിംഗ്, ആളുകൾ ഇതിനോട് എത്രമാത്രം സഹകരിക്കുന്നുണ്ട്, പബ്ലിക് ടോയ്ലറ്റ്, MCF എന്നിവിടങ്ങളിലാണ് പരിശോധന. കൂടാതെ വീടുകളിലെ ഉറവിട മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയാൻ വീടുകൾ കയറിയും സംഘം പരിശോധന നടത്തി വരുന്നുണ്ട്. നഗരസഭയുടെ MCFലും സംഘം വിശദമായി പരിശോധിച്ചു. ശുചിത്വവുമായി ബന്ധപ്പെട്ട വാചകങ്ങൾ, ചിത്രങ്ങൾ, അലങ്കാര ചെടികൾ ഉള്ള സ്ഥലങ്ങളിലെല്ലാം സംഘം പരിശോധന നടത്തി. നഗരം എത്രമാത്രം ക്ലീനാണെന്ന കാര്യങ്ങളടക്കം സംഘം പരിശോധിച്ച് വിലയിരുത്തും. പരിശോധനയുടെ ഭാഗമായി ഓരോന്നിൻ്റെയും ഫോട്ടോ എടുത്ത് റിപ്പോർട്ട് ശേഖരിച്ച ശേഷം മൊബൈൽ ആപ്പ് വഴി ഡൽഹിയിലുള്ള കമ്പനിയിലേക്ക് സംഘം റിപ്പോർട്ട് അയക്കുന്നതാണ് രീതി. 3 അംഗ സംഘത്തിന്റെ പരിശോധന ഒരാഴ്ചയോളം ഉണ്ടായിരിക്കുമെന്നാണ് അറിയുന്നത്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ഷൊർണൂർ നിളയോരത്തെ കുട്ടികളുടെ പാർക്കിന്റെ അടിഭാഗം ഗുഹയായി മാറിയിരിക്കുന്നതായി പരാതി. കേന്ദ്ര സർക്കാർ നഗരസഭയ്ക്ക് അനുവദിച്ച 20 കോടിയിൽ 5 കോടി ചെലവാക്കി നടപ്പിലാക്കുന്ന പ്രവർത്തികൾ ആസ്തി വികസിപ്പിക്കുന്നതിന്റെ യാതൊരു മാനദണ്ഡങ്ങളുമില്ലാതെയെന്ന് BJP ആരോപിച്ചു. പാർക്ക് നിർമ്മാണത്തിലുണ്ടായ ക്രമക്കേട് അന്വേഷിക്കണമെന്നും ഇതിനെതിരെ ശക്തമായ നടപടിയുമായി മുന്നോട്ടു പോകുമെന്നും BJP കൗൺസിലർ EP നന്ദകുമാർ പറഞ്ഞു. മഴക്കാലം തുടങ്ങി. ഏതു നിമിഷവും അത് പുഴയിലേക്ക് തകർന്നു വീണേക്കാം. ശാന്തി തീരത്തിന് വശം അശാന്തിയുടെ തീരമായി മാറിയിരിക്കുന്നു. നമ്പർ റോഡിന്റെ പാർശ്വഭാഗങ്ങളിൽ ഇടിഞ്ഞ ഗർത്തങ്ങൾ രൂപപ്പെട്ടു കഴിഞ്ഞു. കോടികൾ മുടക്കി നിർമ്മിക്കുന്ന നിളാതീര സംരക്ഷണ ഭിത്തിയുടെ പണി നാമമാത്രമായി ജോലിക്കാരാൽ ഇഴഞ്ഞു നീങ്ങുന്നു. മഴ ശക്തമായാൽ പുഴയിൽ കുത്തൊഴുക്ക് കൂടിയ ഇതുവരെ ചെയ്ത പണികൾ ഒരുപക്ഷെ പുഴയിൽ ഒലിച്ചുപോയി എന്നും സംഭവിക്കാം. കൃത്യമായ മേൽനോട്ടത്തിന്റെ കുറവുകൊണ്ടോ എന്ന് സംശയിച്ചാൽ കുറ്റം പറയാനാവില്ല. കോടികൾ മുടക്കി നിർമ്മിക്കുന്ന വലിയ പ്രോജക്റ്റാണിത്. നിലവിൽ വിരലെണ്ണാവുന്ന ജോലിക്കാർ കിഴക്കുവശത്തായി ഉയരം കൂട്ടുന്ന പണിയെടുക്കുന്നു. ഈ പ്രവൃത്തി കുട്ടികളുടെ പാർക്കെടുത്ത് ആദ്യമേ ചെയ്തിരുന്നെങ്കിൽ അതിന് സംരക്ഷണം ഉറപ്പാക്കാമായിരുന്നു. വേണ്ട അധികാരികൾ നിളാതീര സുരക്ഷ ശക്തമാക്കണം. പണി തീരുന്നതുവരെ കുട്ടികൾക്കും പൊതുജനങ്ങൾക്കും ഈ പ്രദേശത്ത് വിലക്കേർപ്പെടുത്തുന്ന ആവശ്യം ശക്തമാണ്. ഭാരതപ്പുഴ സൗന്ദര്യത്തിന്റെ ഭാഗമായി കേന്ദ്ര സർക്കാർ അനുവദിച്ച 20 കോടിയിൽ ആദ്യത്തെ ഗഡു 5 കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് ഷൊർണൂർ ഭാരതപ്പുഴ തീരത്ത് താൽക്കാലികമായി കെട്ടിയ ഒരു പ്രവൃത്തി അത് പൂർത്തീകരിക്കാൻ സാധിച്ചില്ല. എന്നു മാത്രമല്ല, കെട്ടിയത് അത് തകർന്നിരിക്കുന്ന സാഹചര്യമാണുള്ളത്. വലിയ രീതിയിലുള്ള ക്രമക്കേട് നടന്നിട്ടുണ്ടെന്നാണ് നഗരസഭകളുടെ ആസ്തി വികസനത്തിനു വേണ്ടി കേന്ദ്ര സർക്കാർ നഗരസഭയ്ക്ക് അനുവദിച്ച ഈ തുക ആസ്തി വികസനത്തിന്റെ യാതൊരു തരത്തിലുള്ള മാനദണ്ഡങ്ങളും പാലിക്കാതെയാണ് ഈ പ്രവൃത്തിയുമായി മുന്നോട്ടു പോകുന്നത്. ഇതിലുണ്ടായിരുന്ന ക്രമക്കേട് അന്വേഷിക്കണമെന്നും ഇതിനെതിരെ ശക്തമായ നടപടിയുമായി ഭാരതീയ ജനതാ പാർട്ടി മുന്നോട്ടു പോകുമെന്നും നഗരസഭ BJP കൗൺസിലർ EP നന്ദകുമാർ പറഞ്ഞു. ഭാരതപ്പുഴ സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായി കേന്ദ്ര സർക്കാർ അനുവദിച്ച 20 കോടിയിൽ ആദ്യത്തെ ഗഡു 5 കോടി, ആ 5 കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് ഷൊർണൂർ ഭാരതപ്പുഴയുടെ തീരത്ത്
താൽക്കാലികമായി കെട്ടിയ ഒരു പ്രവൃത്തി അത് പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, കെട്ടിയത് അത് തകർന്നിരിക്കുന്ന സാഹചര്യമാണല്ലോ. ഇത് സൂചിപ്പിക്കുന്നത് വലിയ രീതിയിലുള്ള ക്രമക്കേട് ഇതിൽ നടന്നിട്ടുണ്ട്. നഗരസഭകളുടെ ആസ്തി വികസിപ്പിക്കുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാർ നഗരസഭയ്ക്ക് അനുവദിച്ച ഈ തുക ആസ്തി വികസിപ്പിക്കുന്നതിൻ്റെ യാതൊരു തരത്തിലുള്ള മാനദണ്ഡങ്ങളും പാലിക്കാതെയാണ് ഈ പ്രവൃത്തിയുമായി മുന്നോട്ട് പോകുന്നത്. ഇതിലുണ്ടായിരുന്ന ക്രമക്കേട് ഇത് അന്വേഷിക്കണമെന്നും ഇതിനെതിരെ ശക്തമായ നടപടിയുമായി ഭാരതീയ ജനതാ പാർട്ടി മുന്നോട്ട് പോകും. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ഷൊർണൂർ മുനിസിപ്പാലിറ്റിയും കേരള സർക്കാരും ഷൊർണൂരിലെ ഇരുമ്പ് വ്യവസായത്തെ തകർക്കുകയാണെന്നും ഈ മേഖലയിൽ തൊഴിലാളികളുടെ ലഭ്യത കുറവ് ഇതിനൊരു കാരണമാണെന്നും ഭാരതീയ മസ്ദൂർ സംഘ്. തൊഴിലാളി പരിശീലന കേന്ദ്രം തുറന്നു പ്രവർത്തിക്കാൻ ഹൈക്കോടതി വിധി ഉണ്ടായിട്ടും മുനിസിപ്പാലിറ്റിയും കേരള സർക്കാരും ഒരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്നും ഇത് കോടതി അലക്ഷ്യമാണെന്നും BMS സംസ്ഥാന ട്രഷറർ C. ബാലചന്ദ്രൻ പറഞ്ഞു. BMS ഷൊർണൂർ മുനിസിപ്പൽ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഷൊർണൂർ മുനിസിപ്പാലിറ്റിയും കേരള സർക്കാരും ഷൊർണൂരിലെ ഇരുമ്പുരുക്ക വ്യവസായത്തെ തകർക്കുകയാണെന്നും ഈ മേഖലയിൽ തൊഴിലാളികളുടെ ലഭ്യതക്കുറവ് ഇതിന് ഒരു കാരണമാണെന്നും തൊഴിലാളി പരിശീലന കേന്ദ്രം തുറന്നു പ്രവർത്തിക്കുവാൻ ഹൈക്കോടതി വിധി ഉണ്ടായിട്ടും മുനിസിപ്പാലിറ്റിയും കേരള സർക്കാരും ഇത് പരിഹരിക്കുന്നതിന് നടപടി സ്വീകരിക്കുന്നില്ലെന്നും കോടതി അലക്ഷ്യമാണ് സർക്കാർ ചെയ്യുന്നതെന്നും തൊഴിലാളി പരിശീലന കേന്ദ്രം ഉടൻ തുറന്നു പ്രവർത്തിക്കണമെന്നും BMS സ്റ്റേറ്റ് ട്രഷറർ C. ബാലചന്ദ്രൻ BMS ഷൊർണൂർ മുനിസിപ്പൽ സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സർക്കാരിനോട് ആവശ്യപ്പെട്ടു. ഇന്ന് ലോകരാജ്യങ്ങളിൽ എല്ലാവർക്കും ഭയമുള്ള ഒരു രാജ്യം ഭാരതമാണ്. ഭാരതമാണ് വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന. നമ്മുടെ 140 കോടിയിലധികം 145 കോടിയിലധികം ആളുകൾ നമ്മൾ ഇന്ന് ഈ രാജ്യത്തുണ്ട്. നമ്മൾ ഓരോരുത്തരും തീരുമാനിക്കുകയാണ്. നമുക്ക് തീരുമാനിക്കാനുള്ള ഇച്ഛാശക്തി ഇല്ലാത്തതുകൊണ്ടാണ്. നമ്മളെ വീട്ടിൽ കോൾഗേറ്റ് പേസ്റ്റ് വാങ്ങാൻ തീരുമാനിച്ചാൽ നമ്മുടെ വീട്ടിൽ ലക്സ് സോപ്പ്, ഹമാം സോപ്പ് വാങ്ങാൻ തീരുമാനിച്ചാൽ നാം ഫെയർ ആൻഡ് ലവ്ലികളുടെ മുഖത്ത് നിൽക്കുന്ന ക്രീമുണ്ട്. ഞാൻ ചില പേരുകൾ ഹിന്ദുസ്ഥാനികളുടെ ചില പേരുകൾ മാത്രം പറയുന്നു. മുനിസിപ്പൽ കമ്മിറ്റി പ്രസിഡന്റ് N. സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. മുനിസിപ്പൽ സെക്രട്ടറി KM. അർജുൻകുമാർ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജില്ലാ ജോയിന്റ് സെക്രട്ടറി ശശി ചോറൂട്ടൂർ മുഖ്യപ്രഭാഷണം നടത്തി. മേഖലാ ഭാരവാഹികളായ NG അശോകൻ, P. വിജയൻ, സിന്ധു TP, C. മനോജ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. അട്ടപ്പാടിയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ വിവിധ സ്ഥലങ്ങളിലായി 3 പേർക്ക് പരിക്കേറ്റു. അട്ടപ്പാടി ചിറ്റൂരിൽ ഓട്ടോയിൽ വരികയായിരുന്ന 2 പേരെ കാട്ടാന ആക്രമിക്കുകയായിരുന്നു. മിനി ഷാജി, ഓട്ടോ ഡ്രൈവർ പ്രസാദ് എന്നിവരെയാണ് കാട്ടാന ആക്രമിച്ചത്. മുള്ളിയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ ആദിവാസി യുവാവിനാണ് പരിക്കേറ്റത്. മുള്ളി സ്വദേശി വെള്ളങ്കിരിക്കാണ് പരിക്കേറ്റത്. ഇന്ന് പുലർച്ചെയായിരുന്നു കാട്ടാനയുടെ ആക്രമണം ഉണ്ടായത്. സ്വർണ്ണഖനിയിൽ നിന്ന് നേരിട്ടെത്തിക്കുന്ന സ്വർണ്ണക്കട്ടികൾ നൽകാമെന്ന് പറഞ്ഞ് വ്യാജ സ്വർണ്ണക്കട്ടികൾ വിൽപ്പന നടത്തി ലക്ഷക്കണക്കിന് രൂപ തട്ടിയെടുത്ത കേസിൽ വ്യാജസിദ്ധനെ പോലീസ് അറസ്റ്റ് ചെയ്തു. KGF സ്വാമി എന്ന് വിളിക്കുന്ന പത്തനംതിട്ട മാധവമംഗലത്ത് മനോഴിയിൽ വീട്ടിൽ 61 വയസ്സുള്ള ഷാജിയെ ആണ് തൃശൂർ റൂറൽ പോലീസ് പിടികൂടിയത്. KGF സ്വാമി എന്ന് വിളിക്കുന്ന പത്തനംതിട്ട മാധവമംഗലത്ത് മനാഴിയിൽ വീട്ടിൽ 61 വയസ്സുള്ള ഷാജിയാണ് തൃശൂർ റൂറൽ പോലീസ് പിടികൂടിയത്. കൊടുങ്ങല്ലൂർ ഒഴുവത്ത് കടവിലുള്ള വാടക വീട്ടിൽ നിന്നുമാണ് ഇയാൾ പിടിയിലായത്. സമാനമായ രീതിയിൽ ഇയാൾ നിരവധി തട്ടിപ്പ് നടത്തിയായി സൂചനയുണ്ട്. റൂറൽ SP B. കൃഷ്ണകുമാറിന് ലഭിച്ച രഹസ്യവിവരത്തെ തുടർന്നാണ് ഇയാൾ പിടിയിലായത്. വ്യാജ സ്വർണ്ണ ഗണപതി വിഗ്രഹം ഉപയോഗിച്ച് തട്ടിപ്പ് നടത്തിയ കേസിൽ പ്രതിയാണ് ഇയാൾ. ന്യൂസ് ബ്യൂറോ, തൃശൂർ. തൃശൂർ പൂങ്കുന്നത്ത് വീട്ടിൽ നിന്നും 18 മലമ്പാമ്പ് കുഞ്ഞുങ്ങളെ പിടികൂടി. പൂങ്കുന്നം സ്വദേശി കാർത്തികിന്റെ വീട്ടിൽ നിന്നുമാണ് 24 മണിക്കൂറിനുള്ളിൽ 18 പാമ്പിൻ കുഞ്ഞുങ്ങളെ പിടികൂടിയത്. 10 പാമ്പുകളെ കഴിഞ്ഞ ദിവസം രാത്രിയും 8 പാമ്പുകളെ വ്യാഴാഴ്ച രാവിലെയുമാണ് പിടികൂടിയത്. കാർത്തികിന്റെ സ്കൂട്ടറിനുള്ളിൽ നിന്നുമാണ് വനംവകുപ്പ് സർപ്പ വോളണ്ടിയർ പാമ്പിനെ കണ്ടെടുത്തത്. പാമ്പിനെ വനംവകുപ്പിന് കൈമാറി. സംസ്ഥാനത്ത് സ്കൂളുകളിലെ കണക്കെടുപ്പ് പൂർത്തിയായപ്പോൾ തൃശൂർ ജില്ലയിൽ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ 1ാം ക്ലാസ്സിൽ പ്രവേശനം നേടിയത് ചെറുതുരുത്തി ഗവൺമെന്റ് LP സ്കൂളിലാണ്. 128 വിദ്യാർത്ഥികളാണ് 1ാം ക്ലാസ്സിൽ മാത്രം പ്രവേശനം നേടിയത്. സംസ്ഥാനത്തെ സ്കൂളിലെ വിദ്യാർത്ഥികളുടെ കണക്കെടുപ്പ് പൂർത്തിയായപ്പോൾ ചെറുതുരുത്തി ഗവൺമെന്റ് LP സ്കൂളിന്റെ മികച്ച നേട്ടം. തൃശൂർ ജില്ലയിൽ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ 1ാം ക്ലാസ്സിൽ പ്രവേശനം നേടിയ സർക്കാർ സ്കൂൾ ചെറുതുരുത്തി ഗവൺമെന്റ് LP സ്കൂളാണ്. കഴിഞ്ഞ 1-2 വർഷങ്ങളിൽ ഒഴികെ നിരന്തരം വർഷങ്ങളായി ഈ നേട്ടം കരസ്ഥമാക്കുന്ന വിദ്യാലയം കൂടിയാണിത്. ഇത്തവണ 128 വിദ്യാർത്ഥികളാണ് 1ാം ക്ലാസ്സിൽ മാത്രം പ്രവേശനം നേടിയത്. 100ഓളം വിദ്യാർത്ഥികൾ KG വിഭാഗത്തിലും പ്രവേശനം നേടി. വിദ്യാഭ്യാസ രംഗത്തെ ഇടപെടലുകളും സ്കൂളിന്റെ പശ്ചാത്തല സൗകര്യ വികസനവുമാണ് ഈ നേട്ടത്തിന് കാരണം. പ്രധാന അധ്യാപകനായ PK മോഹനന്റെ നേതൃത്വത്തിൽ അധ്യാപകരും PTA പ്രസിഡന്റ് NJ നിഷാദിന്റെ നേതൃത്വത്തിൽ
രക്ഷാകർതൃ സമിതികളുടെയും പ്രവർത്തനങ്ങളാണ് സ്കൂളിന്റെ മികവിന് കാരണം. വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്തിന് കീഴിലുള്ള ഈ വിദ്യാലയത്തിൽ MLA കിഫ്ബി ഫണ്ടുകൾ ഉപയോഗിച്ച് നിർമ്മിച്ച പുതിയ കെട്ടിടങ്ങളും ഡിജിറ്റൽ ക്ലാസ് മുറികളും സർവശിക്ഷ കേരള പദ്ധതിയിൽ വർണ്ണക്കൂടാരവും പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച് കവാടവും ഗേറ്റും തുടങ്ങി മികച്ച സൗകര്യങ്ങളാണ് ഈ വിദ്യാലയത്തിൽ ഒരുക്കി നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മികച്ച പരിചരണത്തിൽ വിവിധ മത്സര പരീക്ഷകൾ കലാകായിക രംഗങ്ങളിലും സ്കൂൾ മുന്നിലാണ്. കഴിഞ്ഞ കുറേ വർഷങ്ങളായി ചെറുതുരുത്തി ഗവൺമെൻറ് LP സ്കൂളിൽ മികച്ച അഡ്മിഷനാണ് നടത്തുന്നത്. കഴിഞ്ഞ 1-2 വർഷങ്ങളിൽ ഞങ്ങൾ ജില്ലയിലെ ഗവൺമെൻറ് LP സ്കൂളുകളിൽ അഡ്മിഷൻ്റെ കാര്യത്തിൽ കുറച്ച് പുറകിലേക്ക് പോയെങ്കിലും ഈ വർഷം വളരെ ശക്തിയോടെ നമ്മൾ തിരിച്ചു വന്നിരിക്കുകയാണ്. ജില്ലയിലെ കഴിഞ്ഞ 6-ാം പ്രവൃത്തി ദിവസത്തെ റിപ്പോർട്ടുകൾ നോക്കിയപ്പോൾ ജില്ലയിലെ ഗവൺമെൻറ് LP വിദ്യാലയങ്ങളിൽ ഏറ്റവും കൂടുതൽ കുട്ടികളെ അഡ്മിറ്റ് ചെയ്ത് 128 കുട്ടികളെ അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞ വർഷത്തേക്കാൾ അഡ്മിഷൻ ഉയർത്തി ഈ വർഷം ചെറുതുരുത്തി ഗവൺമെൻറ് LP സ്കൂൾ മികവിൻ്റെ പാതയിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ്. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി അർപ്പണബോധത്തോടെയുള്ള ഇവിടുത്തെ അധ്യാപകരുടെയും PTA, SMC, MBTA തുടങ്ങിയവരുടെ പ്രവർത്തനത്തിൻ്റെയും ഫലമായിട്ടാണ് ഇത്തരത്തിലൊരു നേട്ടം സ്കൂളിൽ ഉണ്ടാക്കാൻ സാധിച്ചിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. പാലക്കാട് കൊടുമ്പ് പഞ്ചായത്തിൽ കൃഷിഭൂമി വ്യാപകമായി നികത്താൻ ഭൂമാഫിയകൾ രംഗത്ത്. ഭൂമി നികത്തൽ പ്രാദേശിക ഭരണ സംവിധാനങ്ങളുടെയും വില്ലേജ് ഉദ്യോഗസ്ഥരുടെയും മൗനാനുവാദത്തോടെയെന്ന് മനുഷ്യാവകാശ സംരക്ഷണ കേന്ദ്രം ഡയറക്ടർ K. കൃഷ്ണൻകുട്ടി. 16 ഏക്കറോളം സ്വകാര്യ വ്യക്തിയുടെ കൃഷിഭൂമി നികത്തിയെന്നും അനുമതിയില്ലാതെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയ ശേഷം പിഴയൊടുക്കി ക്രമവൽക്കരിക്കാൻ ഉദ്യോഗസ്ഥർ കൂട്ടുനിൽക്കുമെന്ന ഉറപ്പിന്മേലാണെന്നും കൃഷ്ണൻകുട്ടി ആരോപിച്ചു. പ്രാദേശിക ഭരണ സംവിധാനങ്ങളുടെയും വില്ലേജ് ഉദ്യോഗസ്ഥരുടെയും മൗനാനുവാദത്തോടെ നടക്കുന്ന കൃഷിഭൂമി നികത്തലിനെതിരെ മനുഷ്യാവകാശ സംരക്ഷണ കേന്ദ്രം ഡയറക്ടർ K. കൃഷ്ണൻകുട്ടി റവന്യൂ ഡിപ്പാർട്ട്മെന്റ് പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് പരാതി നൽകി. കൊടുമ്പ് വില്ലേജ് പരിധിയിൽ വരുന്ന കൃഷിഭൂമിയാണ് വ്യാപകമായി നികത്തുന്നത്. 2008 നെൽവയൽ തണ്ണീർത്തട നിയമം ലംഘിച്ച് ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെട്ട ഭൂമി നികത്താനായി രംഗത്തുള്ളത് ഭൂമാഫിയും റിസോർട്ട് മാഫിയുമാണ്. മിഥുനം പള്ളം പൊറ്റക്കളത്തെ സ്വകാര്യ വ്യക്തിയുടെ 16 ഏക്കറിലധികം വരുന്ന വയലാണ് റിസോർട്ട് ഫ്ളാറ്റ് ആവശ്യങ്ങൾക്കായി നികത്തുന്നത്. മുൻകൂർ അനുമതിയില്ലാതെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയതിനു ശേഷം പിഴയൊടുക്കി ക്രമവൽക്കരിക്കാൻ ഉദ്യോഗസ്ഥർ കൂട്ടുനിൽക്കുമെന്ന ഉറപ്പിലാണ് വ്യാപകമായ നിലനികത്തൽ നടക്കുന്നത്. പഞ്ചായത്ത് വില്ലേജ് ഓഫീസുകൾക്ക് സമീപം നിയമവിരുദ്ധ നിലനികത്തൽ നടത്തുന്നതിനെതിരെ പരാതി നൽകിയതിനെ തുടർന്ന് വില്ലേജ് ഓഫീസർ സ്റ്റോപ്പ് മെമ്മോ നൽകിയിട്ടും നികത്തൽ തുടരുകയാണ്. വയൽ നികത്തലിനെതിരെ നടപടിക്ക് ശുപാർശ ചെയ്ത കൃഷി ഓഫീസറെ ഭീഷണിപ്പെടുത്തിയതും ആരോപണമുണ്ട്. പരാതിയിൽ കഴമ്പുണ്ടായിട്ടും പ്രാദേശിക ഭരണ നേതൃത്വം സ്വീകരിക്കാത്തതിനെ തുടർന്നാണ് റവന്യൂ ഡിപ്പാർട്ട്മെന്റ് പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് മനുഷ്യാവകാശ കേന്ദ്രം ഡയറക്ടർ കൃഷ്ണൻകുട്ടി പരാതി നൽകിയത്. കുടുംബ ഗ്രാമപഞ്ചായത്തിൻ്റെ 9-ാം വാർഡ് ദാസൻകുറ്റക്കളം എന്ന ആണ് ഇത് അറിയപ്പെടുന്നത്. ഈ കാണുന്ന ഈ കൃഷിസ്ഥലങ്ങൾ ഇത് സുഗതൻ എന്ന വ്യക്തിയുടെ 16 ഏക്കറിൽ കൂടുതൽ വരുന്ന കൃഷിസ്ഥലമാണ്. നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം ഉൾപ്പെടുന്ന നിലവിൽ ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെട്ട കൃഷിഭൂമികളാണ്. ഈ കാണുന്ന കൃഷിഭൂമികൾ അനധികൃതമായി റിയൽ എസ്റ്റേറ്റ് മാഫിയകൾക്ക് സുഗതൻ എന്ന വ്യക്തി കൈമാറുകയും എന്നാൽ സുഗതൻ്റെ പേരിൽ തന്നെ നിലവിൽ ഈ ഭൂമി നിലനിർത്തിക്കൊണ്ട് അനധികൃത നിർമ്മാണങ്ങൾ നടത്തുന്നതിൻ്റെ പേരിൽ മാസങ്ങൾക്ക് മുൻപ് ജില്ലാ കളക്ടർ അടങ്ങുന്ന വിവിധ വകുപ്പ് മേധാവികൾക്ക് പരാതി കൊടുക്കുകയും ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ സ്റ്റോപ്പമ്മ കൊടുത്ത് വർക്ക് നിർത്തിവെക്കുകയുമാണ് ഉണ്ടായത്. എന്നാൽ ഇവിടുത്തെ കൊടുമ്പ് ഗ്രാമപഞ്ചായത്തിൻ്റെ ഭരണ പ്രതിപക്ഷ ഭേദമന്യേ ഉദ്യോഗസ്ഥ രാഷ്ട്രീയ കൂട്ടുകെട്ടിൻ്റെ വൻ അഴിമതിയാണ് ഈ കാണുന്ന അനധികൃത നിർമ്മാണങ്ങൾ മുഴുവൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ സാഹചര്യത്തിൽ കേരളത്തിൻ്റെ നെല്ലറയായ പാലക്കാട് ജില്ലയെ കോൺക്രീറ്റ് വനമാക്കുന്നത് റിട്ടയർമെൻറ്റ് കഴിഞ്ഞു പോകുന്ന റവന്യൂ ഡിവിഷൻ ഓഫീസർമാരുടെ കുത്തഴിഞ്ഞ അഴിമതിയും കോടിക്കണക്കിന് രൂപയുടെ ആർത്തിയുമാണ് ഈ കാണാൻ ഇടയായിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഷൊർണൂർ നഗരസഭയിൽ സ്വച്ഛ് സർവേഷന്റെ ഭാഗമായുള്ള പരിശോധനയ്ക്ക് തുടക്കം. പരിശോധന ഡൽഹിയിൽ നിന്നും നിശ്ചയിക്കുന്ന കേരള ഏജൻസിക്ക്. പരിശോധന 3-അംഗ സംഘത്തിന്റെ നേതൃത്വത്തിൽ. വേസ്റ്റ് മാനേജ്മെന്റ്, നഗരത്തിലെ വൃത്തി എന്നിവ പരിശോധനയ്ക്ക് വിധേയം. ഷൊർണൂർ നിളയോരത്തെ കുട്ടികളുടെ പാർക്കിന്റെ അടിഭാഗം ഗുഹയായി മാറിയതായി പരാതി. കേന്ദ്ര സർക്കാർ നഗരസഭയ്ക്ക് അനുവദിച്ച 20 കോടിയിൽ 5 കോടി ചെലവിൽ നടപ്പിലാക്കുന്ന പ്രവർത്തികൾ ആസ്തി വികസിപ്പിക്കുന്നതിന്റെ യാതൊരു മാനദണ്ഡങ്ങളും പാലിക്കാതെയെന്ന് BJP. പാർക്ക് നിർമ്മാണത്തിലെ ക്രമക്കേട് അന്വേഷിക്കണമെന്നും ഇതിനെതിരെ ശക്തമായി മുന്നോട്ടു പോകുമെന്നും വാർഡ് കൗൺസിലർ EP നന്ദകുമാർ.
ഷൊർണൂർ മുനിസിപ്പാലിറ്റിയും സർക്കാരും ഷൊർണൂരിലെ ഇരുമ്പ് വ്യവസായത്തെ തകർക്കുകയാണെന്ന് ഭാരതീയ മസ്ദൂർ സംഘ്. തൊഴിലാളി പരിശീലന കേന്ദ്രം തുറന്നു പ്രവർത്തിക്കാൻ ഹൈക്കോടതി വിധി ഉണ്ടായിട്ടും മുനിസിപ്പാലിറ്റിയും കേരള സർക്കാരും ഒരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്നും BMS മുനിസിപ്പൽ സമ്മേളനം ഷൊർണൂരിൽ. അട്ടപ്പാടിയിൽ കാട്ടാന ആക്രമണത്തിൽ 3 പേർക്ക് പരിക്ക്. ഓട്ടോ യാത്രികർക്കും ആദിവാസി യുവാവിനുമാണ് പരിക്കേറ്റത്. സംഭവം ഇന്നു രാവിലെ. സ്വർണ്ണഖനിയിൽ നിന്ന് നേരിട്ടെത്തിക്കുന്ന സ്വർണ്ണക്കട്ടികൾ നൽകാമെന്ന് പറഞ്ഞ് വ്യാജ സ്വർണ്ണക്കട്ടികൾ വിറ്റ് ലക്ഷങ്ങൾ തട്ടിയെടുത്ത വ്യാജ സിദ്ധനെ പോലീസ് അറസ്റ്റ് ചെയ്തു. KGF സ്വാമി എന്ന് വിളിക്കുന്ന പത്തനംതിട്ട മാധവമംഗലത്ത് മനോഴിയിൽ ഷാജിയെയാണ് പോലീസ് പിടികൂടിയത്. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.